ആദ്യം 13-നെ ഭയക്കുന്നവർ ആരൊക്കെയെന്ന് നോക്കാം. എല്ലാ രംഗത്തും ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്ന അമേരിക്കയ്ക്ക് 13-നെ പേടിയാണ്. അവിടുത്തെ പല കെട്ടിടങ്ങളിലും 13-ാം നില ഒഴിവാക്കാറുണ്ട്. ചില വിമാനങ്ങളിൽ പോലും 13-ാം നമ്പർ സീറ്റ് ഉണ്ടാകില്ല. അടുത്തത് കാനഡയാണ്. കാനഡ 13-നെ ദുശകനമായാണ് കാണുന്നത്. കൂടാതെ ജർമ്മനി, പോർച്ചുഗൽ, ഗ്രീസ്, എന്തിന് കേരളം പോലും 13 എന്ന് കേട്ടാൽ നിന്ന് വിറയ്ക്കും. കേരളത്തിലെ ചില ഹോട്ടലുകളിലും ഹോസ്പിറ്റലുകളിലും റൂം നമ്പർ 12 കഴിഞ്ഞാൽ 12A എന്നാണ് 13-ന് പകരം വച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ 14-ൽ തുടരും. എന്തിനാണ് 13-നെ ദുശകനമായി കാണുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും വ്യക്തമായ ഉത്തരമൊന്നുമില്ല. മുൻപേ പോയവൻ പറയുന്നത് പോലെ പുറകെ വരുന്നവനും ഏറ്റുപറയുന്നു. ഇന്നത്തെ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഐസ്ലാൻഡ് എന്നീ രാജ്യങ്ങൾ ചേർന്ന് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് വിളിക്കുന്ന രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ഒരു പുരാതന വിശ്വാസ സംഹിതയാണ് നോർവേ പുരാണങ്ങൾ. നോർവേ പുരാണങ്ങളിൽ 13-ാമത്തെ ദേവനായ ലോകി അസ്വസ്ഥതയും നാശവും പരത്തുന്നതായി വിശ്വസിച്ചിരുന്നു. വെള്ളിയാഴ്ച 13 വന്നാൽ ഭയങ്കര ദോഷമായി കരുതുന്ന പല സംസ്കാരങ്ങളും 13-ന് ദുശകനമായി മുദ്രകുത്തി. ഇനി 13-നെ ഭാഗ്യത്തിൻ്റെ ചിഹ്നമായി കൊണ്ട് നടക്കുന്നവരെക്കുറിച്ച് പറയാം. മെസോ അമേരിക്കയിലെ മായൻ സംസ്കാരത്തിൽ 13-നെ അവർ ഭാഗ്യ നമ്പറായി കരുതിയിരുന്നു. മായൻ വിശ്വാസമനുസരിച്ച് 13 സ്വർഗങ്ങളാണുള്ളത്. മായൻ കലണ്ടറിൽ 13 ബാക്ടൂണുകൾ ഉണ്ടായിരുന്നു. ഒരു ബാക്ടൂൺ എന്ന് വെച്ചാൽ 144,000 ദിവസങ്ങൾക്ക് തുല്യമാണ്. മായൻ വിശ്വാസമനുസരിച്ച് 13 ബാക്ടൂണുകൾ ചേരുമ്പോൾ ഒരു വലിയ കാലഘട്ടം അവസാനിക്കുന്നു. മെസോ അമേരിക്കയിൽ ഉപയോഗിച്ചിരുന്ന കലണ്ടറിനെ മായൻ കലണ്ടർ. ഫ്രാൻസിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലെ 13-നെ ദുശകനമായി കണ്ടിരുന്നില്ല. 13-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലെ രാജാക്കന്മാർ 13-നെ ഭാഗ്യസംഖ്യയായി കണക്കാക്കിയിരുന്നു. ഫ്രഞ്ച് വിശ്വാസത്തിൽ അന്ധവിശ്വാസങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല. അതുകൊണ്ട് തന്നെ 13-നെ അവർ ഒരു ദോഷസംഖ്യയായി കണ്ടിരുന്നില്ല. ആധുനിക ഫ്രാൻസിൽ 13 ഒരു സാധാരണ സംഖ്യ തന്നെയാണ്. പല ഫ്രഞ്ച് കെട്ടിടങ്ങളിലും 13-ാം നിലയും 13-ാം നമ്പർ മുറികളുമുണ്ട്. ഫ്രാൻസിൽ കത്തോലിക്ക വിശ്വാസികൾ കൂടുതലാണെങ്കിലും അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് 13-നെ ഒരു മോശം സംഖ്യയായി അവർ കണക്കാക്കാറില്ല. ഫ്രാൻസിലെ ലോട്ടറിയിൽ 13 ഒരു സാധാരണ സംഖ്യയാണ്. കൂടാതെ ഫ്രാൻസിലെ സാമ്പത്തിക ഇടപാടുകളിലും 13-നെ ഒരു ന്യൂട്രൽ സംഖ്യയായി കാണുന്നു. കൂടാതെ മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ ഇറ്റലി 13-നെ ഭാഗ്യ നമ്പറായി കാണുന്നു. ഇറ്റാലിയൻ ലോട്ടറിയിൽ 13 ഒരു ഭാഗ്യ നമ്പർ തന്നെയാണ്. ചൈന 13-നെ ഭാഗ്യ നമ്പറായാണ് കാണുന്നത്. മെക്സിക്കോയിൽ 13 ഭാഗ്യസംഖ്യയാണ്. ചില സംസ്കാരങ്ങളിൽ ആൺകുട്ടികൾക്ക് 13 വയസ്സാകുമ്പോൾ ആഘോഷിക്കുന്നു. പല സംസ്കാരങ്ങളിലും 13-നെ ഭാഗ്യസംഖ്യയായി കണക്കാക്കുന്നു. അതുകൊണ്ട് 13 തീർത്തും ഭാഗ്യമില്ലാത്ത സംഖ്യയാണെന്ന് പറയാൻ കഴിയില്ല. 13-ന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയാൻ ഞാൻ ലോട്ടറി ടിക്കറ്റിൻ്റെ നമ്പർ 0013 വരുന്നത് നോക്കിയെടുത്തു തുടങ്ങി. ആദ്യമൊന്നും ഫലം കണ്ടില്ല. എന്നിട്ട് ഞാൻ പിന്മാറിയില്ല. അങ്ങനെ ഒരു ദിവസം 500 കിട്ടി. പിന്നെ മറ്റൊരിക്കൽ 5000 കിട്ടി. അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ അത്ര ഭാഗ്യം കെട്ടവനല്ല 13.